ഹാലിമൻ എന്താ വേണ്ടിന്ന്? ബിരിയാണി. ഹാലിമൻ ചിക്കൻ ബിരിയാണി വേണോ? ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറിയതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും, ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി കട്ട് ചെയ്ത് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും മാറി മാറി ഫ്രൈ ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഫ്രൈ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഉള്ളിയും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 3 വലിയ ഉള്ളിയാണ് എടുത്തത്. നല്ല തിന്നായി സ്ലൈസ് ചെയ്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഓണിയൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഓണിയൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഫ്രൈ ചെയ്ത ഓണിയനൊക്കെ കോരി മാറ്റിയതിന് ശേഷം സെയിം പാത്രത്തിൽ എണ്ണ കുറച്ചുകൂടെ ഒഴിച്ച് നമുക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി ക്രഷ് ചെയ്തത് ചേർക്കണം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കൊരു 3 തക്കാളി ചേർക്കാം, മീഡിയം സൈസ് തക്കാളി. ഒരു 10 മിനിറ്റ്സ് ഒന്ന് പാത്രം മൂടി വെച്ച് കുക്ക് ചെയ്യണം. അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ അതിലേക്ക് ചേർക്കാം. കുറച്ച് ഓണിയൻ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അത് നമ്മൾ ദം ചെയ്യുമ്പം അതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഫ്രൈഡ് ഓണിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് മെയിൻ കണ്ടൻറ്റ് ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ ഗരം മസാല മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. വേറൊരു മസാല ഇതിൽ ചേർക്കരുത്. അതിൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർക്കാം. ചിക്കൻ്റെ കൂടെ 1 കഴി ഫുൾ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. കൂടെ 2 ചെറുനാരങ്ങയുടെ നീരും 2 ടേബിൾ സ്പൂൺ തൈരും ചേർക്കാം. ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 to 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ മൊത്തം മസാലയും മിക്സ് ആവുകയുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, അത് മറക്കരുത്. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണി മസാല റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. അതിനുവേണ്ടി വലിയൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ഗീയും 3 സ്പൂൺ എണ്ണയും ചേർത്ത് മിക്സാക്കിയതിന് ശേഷം അതിൽ ഡ്രൈ സ്പൈസസ് ചേർക്കുക. കൂടെ കുറച്ച് ഓണിയനും. അതിൽ നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ജീരകശാല റൈസ് ചേർക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനിടയിൽ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നെയ്ച്ചോറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാണ്ടും ആക്കാം. പക്ഷെ എനിക്ക് ബിരിയാണിക്ക് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ തരുന്നത് ഫ്രൈ ചെയ്ത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ്. റൈസ് നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൽ ആവശ്യമായ ചൂടുവെള്ളം ചേർക്കണം. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുക്കേണ്ടത്. ആ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഏതാണ്ട് നമ്മുടെ വാട്ടർ ലെവലും റൈസും സെയിം ലെവലിലെത്തുമ്പോൾ നമുക്ക് തീ കുറച്ച് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് നമ്മുടെ ഗീ റൈസ് റെഡി ആവുന്നതായിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. കൂടെ കുറച്ച് ചെറുനാരങ്ങ നീരും ചേർക്കാം. ഓൾമോസ്റ്റ് സെയിം ലെവലാകുമ്പോൾ
നമുക്ക് തീ കുറച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം 15 മിനിറ്റ്സ്. ആ 15 മിനിറ്റ്സിന് ശേഷം നമ്മളുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. മസാലയിൽ 2 ലെയറായിട്ടാണ് ദം ചെയ്യുന്നത്. അപ്പം പകുതി ഗീ റൈസ് അതിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് ഗീ ചേർക്കുക. ഗീൻ്റെ കൂടെ കുറച്ച് ഗരം മസാല, ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കുറച്ച് മല്ലി പുതിന ചേർത്ത് മിക്സ് ഒന്ന് ഒരു ലെവൽ ആക്കി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന റൈസും കൂടി ചേർക്കാം. നന്നായി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും ഗീ ചേർക്കുക. ഗീൻ്റെ കൂടെ ഗരം മസാല, പിന്നെ ഫ്രൈഡ് ചെയ്ത് വെച്ച ഓണിയൻ, കാഷ്യൂ, ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കാഷ്യൂം എല്ലാം ചേർത്തതിന് ശേഷം മല്ലി പുതിന ഇലയും ചേർക്കുക. അതിനുശേഷം നമുക്ക് ഫോയിൽ വെച്ച് കവർ ചെയ്ത് ദം ചെയ്തെടുക്കണം. ഒരു 20 to 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി റെഡിയാവും. ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഇടുക.